അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുബൈർ സിംഗ് ബാദലിന് നേരെ വധശ്രമമെന്ന വാർത്തകൾ പുറത്ത്. അതീവ സുരക്ഷാ മേഖലയായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചാണ് വെടിവയ്പുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ. ക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിന് സമീപത്തായിരുന്നു സംഭവം നടന്നത്. 2 തവണയാണ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവയ്പുണ്ടായത്. പ്രവേശന കവാടത്തിന്റെ മതിലിലാണ് വെടിയുണ്ടകൾ ചെന്ന് പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പോലീസ് പറയുന്നു. സുഖ്ബീർ സിംഗിന്റെ അടുത്തുനിന്ന് വെടിവെച്ച ആളെ ഉടൻ ചുറ്റുമുള്ള ആളുകൾ ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. അയാളെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സുവർണക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ അരികിൽ വീൽചെയറിൽ ഇരിക്കുകയായിരുന്നു സുഖ്ബീർ സിംഗ് ബാദൽ. നാരായൺ സിംഗ് എന്ന ആളാണ് വെടിയുതിർത്തത് എന്നാണ് റിപ്പോർട്ട്. ഇയാൾക്ക് ഖാലിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. സുവർണ ക്ഷേത്രമടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണം എന്ന സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങാൻ എത്തിയതായിരുന്നു സുഖ്ബീർ സിംഗ് ബാദൽ. 2007-2017 കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെ പാർട്ടിയുടെ മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിന് അകാൽ തഖ്ത് ഈ ശിക്ഷ വിധിച്ചത്. സിഖ് നിയമപീഠം തെറ്റുകാരൻ എന്ന് വിധിച്ചതിന് പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ശിക്ഷയുടെ ഭാഗമായി അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ വീൽചെയറിൽ കുന്തവും പിടിച്ച് കാവലിരിക്കുന്ന ബാദലിന്റെ ചിത്രങ്ങളും വീഡിയോകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കുക, കയ്യിൽ കുന്തവുമായി 2 ദിവസം കാവൽ നിൽക്കുക, കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കുക, 1 മണിക്കൂർ കീർത്തനങ്ങൾ ആലപിക്കുക തുടങ്ങിയ കൗതുകകരമായ ശിക്ഷകളായിരുന്നു അകാൽ തഖ്ത് ബാദലിന് നൽകിയത്. കൂടാതെ ബാദലിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പ്രകാശ് സിംഗ് ബാദലിന് സിഖ് സമൂഹത്തിന്റെ അഭിമാനം എന്ന നിലയിൽ നൽകിയ ഫഖർ ഇ ഖ്വാം എന്ന ബഹുമതിയും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ബാദലിന്റെ അകാലിദൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർക്കും അകാൽ തഖ്ത് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം 12 മണി മുതൽ 1 മണി വരെ ശുചിമുറികൾ വൃത്തിയാക്കാനായിരുന്നു ഇവർക്കുള്ള ശിക്ഷാ നടപടി. ബാദലിന്റെ ഭാര്യ സഹോദരനും അകാലിദൾ നേതാവുമായിരുന്ന വിക്രം സിംഗ് മജുറ്റിക്ക് സുവർണക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴുകി വൃത്തിയാക്കണം എന്ന ശിക്ഷയും അകാൽ തഖ്ത് വിധിച്ചിരുന്നു. അകാൽ തഖ്തിന് കീഴിൽ നിയമകാര്യ ചുമതല വഹിക്കുന്ന ജഥേദാറായ ഗിയാനി രഘ്ബീർ സിംഗ് ആണ് വിചാരണ നടപടികൾക്കൊടുവിൽ ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ സർക്കാർ 2007-2017 കാലയളവിൽ നടത്തിയ ചില രാഷ്ട്രീയ തീരുമാനങ്ങളിലെ വീഴ്ചകളായിരുന്നു വിചാരണയ്ക്ക് വിധേയമായത്. വിവാദ ആൾദൈവവും ദേരാ സച്ച സൗദ തലവരുമായ ഗുർമീത് റാം റഹീമിനെ 2007 മതനിന്ദ കേസിൽ കുറ്റവിമുക്തനാക്കിയതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് സിഖ് കോടതി സുഖ്ബീറിനെതിരെ ചുമത്തിയിരുന്നത്. 2015 സിഖ് വേദഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബ് നശിപ്പിച്ച കേസും വിചാരണയുടെ ഭാഗമായിരുന്നു. 5 സിഖ് പണ്ഡിതർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിചാരണ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വീൽചെയറിൽ വിചാരണയ്ക്കായി എത്തിയ സുഖ്ബീർ സിംഗ് ഒടുവിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. അകാലിദൾ സർക്കാരിന്റെ ഭാഗമായ വേറെയും നേതാക്കളും സിഖ് കോടതിയിൽ ഹാജരായിരുന്നു. നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി 3 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി വന്നത്. സുഖ്ബീറിനെ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനും ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഒരു സമിതിയെ നിയമിച്ച് 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിന് നൽകിയിരുന്ന ഫഖ്രെ ഖൗം, സമുദായത്തിന്റെ അഭിമാനം എന്ന ബഹുമതി പിൻവലിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിരുന്നത്. സുവർണക്ഷേത്രത്തിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്താനാണ് സുഖ്ബീറിന് മുൻ രാജ്യസഭാ അംഗവുമായ സുഖ്ദേവ് സിംഗ് ധിൻസ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും നൽകിയ ശിക്ഷ. സന്നദ്ധ സേവകരുടെ സേവാദർ യൂണിഫോം ധരിക്കണം, 2 ദിവസം സുവർണക്ഷേത്രത്തിന് പുറത്തിരിക്കണം, 1 മണിക്കൂർ സുവർണക്ഷേത്രത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ തീർത്ഥാടകർ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകുകയും അവരുടെ ഷൂ വൃത്തിയാക്കുകയും ചെയ്യണം. അതിനു പുറമെ ക്ഷേത്രത്തിലെ പൊതു ടോയ്ലറ്റ് ശുചീകരിക്കണം. 2 ദിവസം വീതം 2 സിഖ് തഖ്തുകളിലും ദർബാർ സാഹിബ്, ഫത്തേപൂർ സാഹിബ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സേവനം ചെയ്യാനും ഉത്തരവിട്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലൊരു വധശ്രമത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നത്. എന്തായാലും ഈ നാരായൺ സിംഗ് എന്നുള്ള വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇയാൾ ഖാലിസ്ഥാൻ അനുകൂലിയാണോ എന്നതാണ് ഇപ്പോൾ കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.